ധർമ്മപുരം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡാം പോലത്തെ ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലത്തെ ചെറിയൊരു മനോഹരമായിട്ടുള്ളൊരു ഏരിയ. നമ്മളെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുന്നത് പോലത്തെ ഒരു ഏരിയ, ഉൾപ്രദേശമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇപ്പുറത്തായിട്ട് പോണ റൂട്ടിൽ തന്നെ ഒരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിച്ചിട്ടാകാം യാത്ര എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്, വലത്തേ ഭാഗത്തൊരു സ്കൂൾ കാണാൻ സാധിക്കുന്നുണ്ട്, അമ്പലങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു മണിയോട് അടുത്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ഇത്രയും ചൂടിലും ഇവിടെ ചായപ്രേമികളുടെ ഒരു തിക്കും തിരക്കുമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ ചായക്കടയിലേക്ക് വന്ന് ഒരു ഹസ്ബൻഡും വൈഫും കൂടി നടത്തുന്ന ചെറിയൊരു പീടിയായിട്ടാണ് തോന്നിയത്. ഇതുപോലത്തെ ഒരുപാട് കടകൾ നമുക്ക് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കും. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു സ്തൂപം കാണാൻ സാധിക്കുന്നുണ്ട്. ഇടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പോസ്റ്ററുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ റോട്ടിൽ ഇങ്ങോട്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. വണ്ടി ചിലപ്പോൾ പാർക്കിംഗ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയക്കാരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ കാണുന്ന ഈ പള്ളിയുടെ ഒരു മനോഹാരിത ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയമായിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയ കുടിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ചായപ്രേമികളുടെ ഇടയിൽപ്പെട്ടിട്ട് നമുക്കും ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇവരുടെ എരു കലർന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ ഒരു വട്ടം ട്രൈ ചെയ്ത് പിന്നീട് നമ്മൾ മേടിക്കണമെങ്കിൽ ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ മേടിക്കാറുള്ളൂ എന്നുള്ളതാണ്. കൂടുതലും എരു കലർന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ ബാത്റൂം പോകാനും ഇങ്ങനെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ കാണുന്ന സ്കൂളിൻ്റെ ആ ഒരു മനോഹാരിത ഇങ്ങനെ നോക്കി ചായയും മേടിച്ചു. പിന്നീട് ആ ഒരു പഴയ കാല ക്ലൈമറ്റിൽ ഇവിടുന്ന് ഇങ്ങനെ ചായ ഓരോ സിപ്പടിച്ച് ഇങ്ങനെ നുകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കണ്ണ് പോയത് ആ ഒരു ടി വിയിലേക്കാണ്. അവിടുന്ന് ഒരു കരകര എന്നുള്ള സൗണ്ട് വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആ ഒരു ചാനൽ ഇങ്ങനെ മിന്നി മറയുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സമയമാണ് കടന്നുപോയത്. ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ ഇരുന്ന് സ്വറ പറഞ്ഞ് ചായ കുടിക്കുന്നത് കാണാനും അവരുടെ ആ ഒരു സ്വറകളൊക്കെ കേട്ട് എല്ലാവരും സിഗരറ്റും ചായയും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഏരിയയിലും ഇതുപോലത്തെ സാഹചര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രാമങ്ങൾ എന്ന് പറയത്തക്ക ഗ്രാമങ്ങൾ ഇല്ല എങ്കിൽ കൂടി ഇതുപോലെ ടൗണിനോട് ചാരിയിട്ടുള്ള ചെറിയ പ്രദേശങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അതും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒഴിഞ്ഞു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് കൂടുതലും കാണുന്നത്. 90% കൃഷിയിടങ്ങളുള്ള ഒരു ഭൂപ്രദേശമായിട്ടാണ് ആന്ധ്രാപ്രദേശിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിച്ചത്. അങ്ങനെ ഈ ഒരു വള്ളക്കെട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ കണ്ട ചെറിയൊരു കട, അതായത് പാൻ മസാല പിന്നെ പൂരി കൊണ്ടുള്ള വിഭവങ്ങൾ, ഇങ്ങനെ ഒരു ലൈറ്റ് ഫുഡായിട്ടുള്ള ഒരു കടയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്.